നമ്മൾ MEG03 എക്സാമിൽ, അതായത് ബ്രിട്ടീഷ് നോവലിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ബ്ലോക്കായിട്ടുള്ള ടോം ജോൺസിൻ്റെ മെയിൻ തീംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊറാലിറ്റി ആൻഡ് ഹ്യൂമൻ നേച്ചർ. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മൊറാലിറ്റിയും ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണ് ഇതിൽ വരുന്നതാണ്. One of the most significant themes in Tom Jones is Fielding's exploration of morality, particularly in the context of human nature and fallibility. ഹ്യൂമൻ നേച്ചറിലെ കോണ്ടെക്സ്റ്റിൽ മൊറാലിറ്റി എങ്ങനെയാണ് വർക്കാവുന്നത് എന്നാണ് നോക്കുന്നത്. Okay, unlike the rigid moral framework seen in Puritan or sentimental fiction, Fielding offers more realistic and forgiving view of human behavior. കുറച്ച് റിയലിസ്റ്റിക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫോർഗീവിങ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് തൻ്റെ കഥയിലുടനീളം നോവലിലുടനീളം ഫീൽഡിങ് കാണിക്കുന്നത്, ഹെൻറി ഫീൽഡിങ് കാണിക്കുന്നത്. ടോമിൻ്റെ കേസാണ് എടുക്കാം. ഡിസ്പൈറ്റ് ഹിസ് മെനി ഫോൾട്ട്സ്, അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മോശം പ്രവർത്തനങ്ങളുണ്ട്. സച്ച് ആസ് ഹിസ് സെക്ഷുവൽ ഇൻഡിസ്ക്രീഷൻസ്, അദ്ദേഹത്തിൻ്റെ സെക്ഷുവൽ പ്രവർത്തനങ്ങൾ. ഈസ് അൾട്ടിമേറ്റ്ലി പോർട്രേഡ് ആസ് മോറലി സൗണ്ട്, അതെല്ലാം മോറലി നല്ലതായിട്ടാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണത്? ബിക്കോസ് ഓഫ് ഹിസ് സിൻസിയറിറ്റി ആൻഡ് ജനറോസിറ്റി ആൻഡ് ലോയാലിറ്റി. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ഉദാരതയും അദ്ദേഹത്തിൻ്റെ ലോയാലിറ്റിയും എല്ലാം കാരണത്താൽ, അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെല്ലാം കാരണത്താൽ പിന്നെ അതെല്ലാം മോറലി സൗണ്ടായിട്ട് അല്ലെങ്കിൽ മോറലി ഗുഡായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് അതേസമയം ബ്ലിഫിൽ എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം പുറത്തേക്ക് പിന്നെ വളരെ നല്ല അല്ലെങ്കിൽ സോഷ്യലി നല്ല ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ ഉള്ളിൽ ഒരുപാട് ഹിപ്പോക്രറ്റിക്കലും മലീഷ്യസുമായിട്ടുള്ള ചിന്തകളും ഉള്ള ആളാണ്. അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽഡിംഗ് എംഫസൈസസ് ഇൻറ്റൻറ്റ് ആൻഡ് ക്യാരക്ടർ ഓവർ ആക്ഷൻ അലോൺ. ഒരു പ്രവൃത്തി അതുമാത്രമല്ല ഫീൽഡിംഗ് എംഫസൈസ് ചെയ്യുന്നത്, മറിച്ച് ആ പ്രവൃത്തി കൊണ്ടുള്ള ഉദ്ദേശവും അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ട് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും കൂടി നോക്കുന്നുണ്ട്. ചലഞ്ച് ദി നോഷൻ ഓഫ് മൊറാലിറ്റി ഈസ് ഡിറ്റർമിൻഡ് സോൾലി ബൈ ഔട്ട്വേർഡ് ബിഹേവിയർ. മൊറാലിറ്റി എന്നുള്ളത് പുറത്ത് കാണിക്കുന്നതിനോട് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണുള്ളത് എന്ന് പറയുന്നു. രണ്ടാമത്തേതാണ് ഹിപ്പോക്രസി വേഴ്സസ് സിൻസിയറിറ്റി. ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ദ്വൈമുഖം വേഴ്സസ് സിൻസിയറിറ്റി, ആത്മാർത്ഥത. അതായത് എങ്ങനെയാണ് രണ്ട് മുഖങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളും കഥയിലുള്ളത് എന്നാണ്. Closely related to the moral theme is recurring contrast between hypocrisy and sincerity. വലിയ കോൺട്രാസ്റ്റ് ഇതിൽ ഈ രണ്ട് തീമിലും കാണാം നമുക്ക് ഓരോ ക്യാരക്ടറിലും. ഫീൽഡിംഗ് ഈസ് പെർട്ടിക്കുലർലി ഹാർഷ് ഓൺ ദ ക്യാരക്ടേഴ്സ് ഹു ഫെയിൻ വിർച്യു ഫോർ സോഷ്യൽ അഡ്വാൻറ്റേജ് ഓർ മാനിപ്പുലേറ്റ് റിലീജിയസ് ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ് ഫോർ സെൽഫിഷ്യൻസ്. തൻ്റെ സ്വന്തം കാര്യം സാധിക്കാനായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകളോട് പുറത്ത് മോശമായിട്ട് ജനങ്ങൾ കാണുന്ന ഫീൽഡിങ് കുറച്ച് ഹാർഷാണ്. ഉദാഹരണത്തിന് പറയാം, ത്വക്കം ഒരു റിലീജിയസ് ക്യാരക്ടറാണ്, പക്ഷേ അദ്ദേഹം അതുപോലെ തന്നെ സ്ക്വയറും ഒരു റിലീജിയസ് ക്യാരക്ടറാണ്. ബട്ട് ഇവരെല്ലാം ഹിപ്പോക്രറ്റിക്കലാണ്. അവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. പുറത്ത് ഇവർ റിലീജിയസും ഫിലോസഫിക്കലും ആണെങ്കിൽ കൂടി ദേ റെപ്രസെൻറ്റ് ദ മിസ്യൂസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ടു കവർ അപ്പ് പേഴ്സണൽ ഫ്ലോസ്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കുറവുകൾ മറച്ചു വെക്കാനായിട്ട് അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അവരുടെ പദവികൾ അവർ ഉപയോഗപ്പെടുത്തുന്നു. ബ്ലിഫിൽസ് കോൺസ്റ്റാൻറ്റ് ഡ്യൂപ്ലിസിറ്റി ആൻഡ് കാൽക്കുലേറ്റഡ് ബിഹേവിയർ ഹൈലൈറ്റ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സോഷ്യൽ ഹിപ്പോക്രസി. ബ്ലിഫിലിൻ്റെ ഡ്യൂപ്ലിസിറ്റിയും അതുപോലെ തന്നെ സ്വഭാവം എല്ലാം തന്നെ ഹിപ്പോക്രസിയുടെ ഒരു ഭയാനകതയെ അല്ലെങ്കിൽ അതിൻ്റെ ദുരന്തത്തെ കാണിക്കുന്നതാണ്. ബൈ കോൺട്രാസ്റ്റ്, ടോംസ് ഹോണസ്റ്റി ഈവൻ വെൻ ഇറ്റ് ഗെറ്റ്സ് ഹിം ഇൻ ടു ട്രബിൾ ഈസ് ഷോൺ ടു ബി സൈൻ ഓഫ് ഇന്നർ ഇൻറ്റഗ്രിറ്റി. അതായത് ടോം ജോൺസിൻ്റെ ആത്മാർത്ഥത അത് അവനെ അവൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും എല്ലാം അവനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ കൂടി, പക്ഷേ അത് ഒരു ഇന്നർ ഇൻറ്റഗ്രിറ്റിയുടെ ഒരു അടയാളമായിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് ആണ് ജസ്റ്റിസ് ആൻഡ് പ്രൊവിഡൻസ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ പിന്നെ നീതി, പ്രൊവിഡൻസ് എന്ന് പറയുമ്പോൾ ദൈവേച്ഛ, ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത്. ഫീൽഡിങ്സ് നറേറ്റീവ് സജസ്റ്റ് ദാറ്റ് ദ യൂണിവേഴ്സ് ഈസ് ഗവേൺഡ് ബൈ എ കൈൻഡ് ഓഫ് മോറൽ ജസ്റ്റിസ്. ഒരു മോറൽ ജസ്റ്റിസ് കൊണ്ടാണ് ഓർ പ്രൊവിഡൻസ്. ഫീൽഡിങ്സ് പറയുന്നത് ഈ യൂണിവേഴ്സ് തന്നെ നടക്കപ്പെടുന്നത്, ഗവേൺ ചെയ്യപ്പെടുന്നത് ഒരു മോറൽ ജസ്റ്റിസും അതുപോലെ തന്നെ പ്രൊവിഡൻസും ബേസ്ഡ് ആണെന്നാണ്. വേർ അൾട്ടിമേറ്റ്ലി വിർച്യു ഈസ് റിവാർഡഡ് ആൻഡ് വൈസ് ഈസ് പണിഷ്ഡ്. അതായത് അതുകൊണ്ട് എന്തുണ്ടാവും, നന്മ റിവാർഡ് ചെയ്യപ്പെടുകയും വൈസ്
തിന്മ എന്ത് ചെയ്യപ്പെടും, പണിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സ്ക്വയർ ഓൾവർത്തി, ഹു റിപ്രസെന്റ് റാഷണൽ ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്, സെർവ്സ് ആസ് എ കൈൻഡ് ഓഫ് മോറൽ ബാരോമീറ്റർ ഇൻ ദ നോവൽ. ഇവിടെ സ്ക്വയർ ഓൾവർത്തി ഉണ്ടല്ലോ, ആളാണ് ആ നാട്ടിലെ ചീഫ് എന്ന് പറയാം. അദ്ദേഹം ജസ്റ്റിസിൻ്റെയും ഫെയർനെസ്സിൻ്റെയും എല്ലാം ഒരു അളവുകോലായിട്ട് ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് നീതി മനസ്സിലാക്കുന്നതും നീതി പറയുന്നതുമെല്ലാം അദ്ദേഹമാണ്. The structure of the plot reinforces this belief. Tom is misunderstood and banished, but later restored and recognized for his goodness. ഇവിടെ നമുക്ക് മനസ്സിലാവുമ്പോൾ പ്ലോട്ടിൽ പറയുന്ന പ്രകാരം ടോം ആദ്യം തെറ്റിദ്ധരിക്കപ്പെടുകയും അദ്ദേഹത്തെ ബാനിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ലേറ്റർ പിന്നീട് അദ്ദേഹത്തിൻ്റെ നന്മയെല്ലാം മനസ്സിലായെടുത്ത സമയത്ത് അദ്ദേഹത്തെ പരിഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തിരിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഫീൽഡിംഗ് appears to believe in divine providence that aligns with human reason and experiences. ഫീൽഡിങ് ഇവിടെ നമ്മൾ ഓതറായിട്ടുള്ള ഫീൽഡിങ് അദ്ദേഹം ദൈവേച്ഛ, അതായത് മനുഷ്യന്മാരുടെ റീസണിനോടും എക്സ്പീരിയൻസിനോടും എല്ലാം ഒത്തുചേർന്ന് പോകുന്ന ദൈവേച്ഛയോടാണ് ഫീൽഡിങ്ങിന് ഒരു അറ്റാച്ച്മെന്റ് ചായ്വ് ഉള്ളത്. This theme is central to understanding the resolution of the novel, where the restoration of the social and moral order takes place. ഇവിടെ സോഷ്യൽ ആൻഡ് മോറൽ ഓർഡർ അവസാനമാകുമ്പോൾ പിന്നെ റിസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അത് മനസ്സിലാവാൻ ഈ ഒരു തീം മനസ്സിലാക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞത്. ഇനി സോഷ്യൽ ക്ലാസും ഐഡന്റിറ്റിയും. The question of social class, birth, merit is a major theme concern in Tom Jones. ഈ സോഷ്യൽ ക്ലാസും ബർത്തും മെറിറ്റും എല്ലാം ഈ നോവലിലെ മെയിൻ കൺസേൺ ആണ്, മെയിൻ തീമുകളാണ്. Tom begins life as a foundling of unknown parentage, and his lower status leads to various hardships, including social rejection. ടോം ജോൺസ് നമ്മളെ കഥയിൽ നോവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു മാതാപിതാക്കളാരെന്നറിയാത്ത ഒരു അൺനോൺ ചൈൽഡായിട്ടാണ്. ഈ കോട്ടേജിൻ്റെ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ വാതിൽപ്പടിക്കൽ നിന്നാണ് അദ്ദേഹത്തെ കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മോശമായിട്ടുള്ള ഒരു സന്തതിയാണെന്നെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ റിജക്ഷൻ അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഹിസ് ഇവൻച്വൽ recognition as a gentleman by birth and his marriage to Sophia signify restoration of social order. പക്ഷെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്, മാതാവ് ആരാണെന്നെല്ലാം തിരിച്ചറിയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നേടപ്പെടുന്നു, അദ്ദേഹം നേടിയെടുക്കുന്നു. അതുപോലെ തന്നെ സോഫിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാരേജും ഈ സോഷ്യൽ ഓർഡറിനെ റീസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം അദ്ദേഹം അങ്ങനെയായിരുന്നില്ല, ഒരു മോശം ക്യാരക്ടറായിട്ടായിരുന്നു ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കണ്ടിരുന്നത്. മോശം വ്യക്തി എന്നതിലേക്കാണ്, കാരണം ലീനേജ് ഇല്ല. പക്ഷേ ഇപ്പോൾ അത് റീസ്റ്റോർ ചെയ്യപ്പെട്ടു. ഫീൽഡിംഗ് ക്രിറ്റിക്സ് ദ ഒബ്സഷൻ വിത്ത് ലീനേജ് ആൻഡ് ബ്ലഡ് ആസ് ദ സോൾ ഡിറ്റർമിനന്റ് ഓഫ് വെർച്യൂ, സജസ്റ്റിംഗ് ദാറ്റ് മെറിറ്റ് ആൻഡ് ക്യാരക്ടർ ആർ മോർ ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, ബ്ലഡും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാർ, അദ്ദേഹത്തിന്റെ തറവാട്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരാളെ വില കൽപ്പിക്കുന്നത് അങ്ങനെയല്ല ഒരാളെ ചെയ്യേണ്ടത്. മറിച്ച് അദ്ദേഹത്തിന്റെ മെറിറ്റ് എങ്ങനെയാണോ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എങ്ങനെയാണോ, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് ഫീൽഡിംഗ് പറയുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസസ്, വിദ്യാഭ്യാസവും അനുഭവ പാഠങ്ങളും. ഫീൽഡിംഗ് പ്രസൻസ് എഡ്യൂക്കേഷൻ ത്രൂ ലൈഫ് എക്സ്പീരിയൻസസ് സുപ്പീരിയർ ടു തിയട്രിക്കൽ ആൻഡ് ബുക്കിഷ് ലേണിംഗ്. ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അറിവ് കരസ്ഥമാകുന്നതിനാണ് ഫീൽഡിംഗ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്തിനേക്കാളും ബുക്കിൽ നിന്ന് കിട്ടുന്ന ലേണിങ്ങിനെക്കാളും തിയററ്റിക്കൽ നോളജിനെക്കാളും എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം എങ്ങനെയാണ് ഫീൽഡിംഗ് പ്രാധാന്യം കൊടുക്കുന്നത്? പിന്നെ ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസിലാണ്. Tom learns moral lessons through his mistakes, travels and suffering, which leads to personal growth. ടോം എങ്ങനെയാണ് തൻ്റെ പാഠങ്ങളെല്ലാം നേടിയെടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അറിവ് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? മിസ്റ്റേക്സിലൂടെയും യാത്രകളിലൂടെയും അദ്ദേഹത്തിൻ്റെ സഫറിങ്ങിലൂടെയുമാണ് അദ്ദേഹം പേഴ്സണൽ ഗ്രോത്ത് നേടിയെടുക്കുന്നത്. ക്യാരക്ടേഴ്സ് ഹു പ്രൈഡ് themselves on intellectual or moral superiority without real world understanding like Squire or Thwackum are mocked and proven wrong. എന്നാൽ ഇവിടെ നമ്മൾ ബുക്കിലൂടെ അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ടുള്ള ഒരുപാട് അറിവുള്ള ത്വാക്കമും സ്ക്വയറും പോലെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഒരുപാട് അറിവുണ്ടെന്ന് സ്വയം അഭിമാനം കൊള്ളുകയും പ്രൈഡ് കൊള്ളുകയും പക്ഷേ അവസാനം എന്ത് ചെയ്യുന്നു? മോക്ക് ചെയ്യപ്പെടുകയും അത് തെറ്റായിട്ടുള്ളതാണ് എന്ന്, അല്ലെങ്കിൽ അത് അത്രത്തോളം ഉള്ളതല്ല, പ്രൂവൺ റോങ് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്നു. സോഫിയ ഓൾസോ റിപ്രസെന്റ്സ് എ കൈൻഡ് ഓഫ് ഇൻറ്റ്യൂട്ടീവ് നോളജ് ആൻഡ് മോറൽ സ്ട്രെങ്ത് നോട്ട് ഡിറൈവ്ഡ് ഫ്രം ഫോമൽ എഡ്യൂക്കേഷൻ. സോഫിയയും അപ്രകാരം തന്നെ ഫോമൽ എഡ്യൂക്കേഷൻ ത്രൂ അറിവ് കിട്ടിയ ആളല്ല, മറിച്ച് മോറൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമുള്ള അല്ലെങ്കിൽ അറിവുമുള്ള ആളാണെന്ന് പറയുന്നു. അടുത്തതാണ് ലവ്, ലസ്റ്റ് ആൻഡ് മാരേജ്.
പിന്നെ അറിയാലോ, അതും ഒരുപാട് രീതിയിൽ. ദ ലവ് ബിറ്റ്വീൻ ടോം ആൻഡ് സോഫിയ ഈസ് ഐഡിയലൈസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് മോറൽ ഗ്രോത്ത്. മ്യൂച്വൽ റെസ്പെക്ട് കൊണ്ടും മോറൽ ഗ്രോത്ത് കൊണ്ടുമാണ് ടോമും സോഫിയും തമ്മിലുള്ള സ്നേഹം ഇവിടെ ഐഡിയലൈസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ടോംസ് അഫയേഴ്സ് വിത്ത് വുമൺ ലൈക്ക് മോളി, സിറിയം ആൻഡ് ലേഡി വെല്ലാസ്റ്റൺ സെർവ്സ് ആസ് ഒബ്സ്റ്റക്കിൾസ് ടു ഹിസ് ഡെവലപ്മെന്റ് ആൻഡ് സിംബലൈസ് ലസ്റ്റ് മോറൽ ടെംപ്റ്റേഷൻ. ഇവിടെ ലസ്റ്റ് മോറൽ ടെംപ്റ്റേഷനും ടോംസിൻ്റെ മുമ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ ടോംസിൻ്റെ ആദ്യ പ്രാഥമികമായിട്ട് നോവലിൽ കാണുന്ന ക്യാരക്ടേഴ്സ് ലസ്റ്റിനെയും ലവിനെയും എല്ലാം മോറൽ ടെംപ്റ്റേഷനും എല്ലാം കാണിക്കുന്നുണ്ട്. മാരേജ് ഈസ് നോട്ട് ജസ്റ്റ് എ റൊമാൻറ്റിക് റെസൊല്യൂഷൻ ബട്ട് ഓൾസോ എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റിഫ്ലെക്ട്സ് റിസ്റ്റോർസ് ഓർഡർ. അതായത് മാരേജ് ജസ്റ്റ് ഒരു റൊമാൻറ്റിക് റെസൊല്യൂഷൻ മാത്രമല്ല, മറിച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എങ്ങനെ ഒരു സോഷ്യൽ ഓർഡറിനെ റിസ്റ്റോർ ചെയ്യുന്ന, അതായത് ഇപ്പോൾ ടോം ജോൺസിന് സോഫിയെ കല്യാണം കഴിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പുനർനിർമ്മിക്കാൻ പറ്റി, അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാൻ പറ്റി. അപ്പോൾ അതിലുള്ള ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സെറ്റയർ ആൻഡ് കോമിക് പെർസ്പെക്റ്റീവ് നോക്കുക, വായിച്ചു നോക്കാം. ആൻഡ് വുമൻ ആൻഡ് ജെൻഡർ ഓൾസോ വായിച്ചു നോക്കാം. ഓക്കെ, conclusion. Tom Jones is a thematically rich novel that deals with human nature, morality, society, personal growth through a mix of comedy, satire and moral reflection. Okay, that's it.